ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് പരാതിയും പരിഭവമായിട്ട് നമ്മുടെ പിങ്കിയും മോഹിനിയും കൂടെ അരുന്ധതിയുടെ മുമ്പിൽ ചെന്നപ്പോൾ അരുന്ധതി പറയുന്നത്, ഇതിന് ഞാൻ നിങ്ങളുടെ കൂടെ കൂട്ടുനിൽക്കാം, പക്ഷേ ഞാൻ നിങ്ങളുടെ കൂടെ കൂട്ടുനിൽക്കുന്നത് നേരിട്ടല്ലായിരിക്കും, പിന്നണിയിൽ നിന്നായിരിക്കും. അരങ്ങത്ത് നിങ്ങൾ മാത്രം മതി. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് അവളെ ഇവിടുന്ന് വെളി ചാടിക്കാനുള്ള എന്ത് കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെ ചെയ്തോളൂ, ഞാൻ ഉണ്ട് നിങ്ങളുടെ കൂടെ എല്ലാത്തിനും എന്നിങ്ങനെ പറഞ്ഞു. പിന്നെ ഇതിന് ഏറ്റവും നല്ലത് നമ്മുടെ പിങ്കി തന്നെയാണ്. പിങ്കി വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ പെട്ടെന്ന് ഇവിടുന്ന് പുറത്താക്കാൻ പറ്റുന്നു. അപ്പം നമ്മുടെ പിങ്കി മോഹിനിയും അതുപോലെ പവിത്രയ്ക്ക് ഒന്നും ഞെട്ടി. അപ്പം പിങ്കി ഇങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ അരുന്ധതി പറഞ്ഞു, വേറൊന്നുമല്ല പിങ്കി, നീ ചെയ്യേണ്ടത് ആത്മാർത്ഥമായിട്ട് നീ സ്നേഹിക്കണം അർജുനെ. അങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവളെ ഇവിടുന്ന് പുറത്താക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മോഹിനിക്കും പവിത്രയ്ക്കും ഒരു ചെറിയ ചിരിയൊക്കെ വന്നു കേട്ടോ. ഏതായാലും അത് നടക്കുമോ ഇല്ലെന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ നമ്മുടെ അരുന്ധതി പറഞ്ഞു, അർജുൻ നയനയുടെ താളത്തിനൊത്ത് തുള്ളാൻ കാരണക്കാരി താൻ മാത്രമാണെന്ന് പിങ്കി നീ ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം. പിന്നെ നീ അല്ലാതെ വേറെ ആരും ഇതിന് ഒരു കാരണക്കാരി ആവില്ല. അതെനിക്കിനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് നീ വിചാരിക്കണം അവൾ ഇവിടുന്ന് വെളിയിൽ പോകണമെങ്കിൽ എന്നിങ്ങനെ ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കി ഇങ്ങനെ തിങ്ക് ചെയ്യുകയാണ്. പിങ്കി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ശരിയാണല്ലോ പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നാട്ടോ ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞാട്ടോ ആ ഒരു സീൻ കാണിക്കുന്നത്. എന്നിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ ഞാൻ എന്ത് സൊല്യൂഷനാണ് കണ്ടെത്തുക എന്നിങ്ങനെ ഓർത്താണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പവിത്ര വന്നിട്ട്, പിങ്കി ചേച്ചി ഇതാരും ഇവിടെ കാത്തു നിൽക്കുന്നത്, എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? ദേ പവിത്ര, ദേ നീ എന്തിനാ ഇങ്ങനെ എൻ്റെ പുറകെ വരുന്നത്? എവിടെ പോവാ, എങ്ങോട്ട് പോവാ, ആരെ കാത്തു നിൽക്കുക? എനിക്ക് എന്നെ സൗകര്യം തരത്തില്ലേ? നിനക്ക് മാത്രമല്ല ഈ സൂക്കേടുള്ളത്. ദേ ആ ചെറിയമ്മയ്ക്കും ഇത് തന്നെയാണല്ലോ പണി. അയ്യോ പിങ്കി ചേച്ചിക്ക് ദേഷ്യം വന്നല്ലേ? അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാ, അതിന് തന്നെയാ പിങ്കി ചേച്ചി ഇവിടെ വന്ന് നിൽക്കുന്നത്. നീ എന്ത് കാര്യം ഉദ്ദേശിച്ചത്? നീ ഉദ്ദേശിച്ചൊന്ന് പറയാൻ പറഞ്ഞു. അത് ഫോട്ടോഷൂട്ടിന് പോയ രണ്ടുപേരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലല്ലോ. യുവതിയായ ഭാര്യ അസ്വസ്ഥതയും. ഇങ്ങനെ ഒരു വാർത്ത കേട്ടിട്ടുണ്ടോ ചേച്ചി എന്നിങ്ങനെ പിങ്കിയോട് ചോദിച്ചു. എന്താ പവിത്ര, നീ എന്താ കളിയാക്കുവാണോ? എനിക്ക് മനസ്സിലാകത്തില്ലെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ഞങ്ങൾക്കും ഒന്നും മനസ്സിലായില്ലെന്നാണോ പിങ്കി ചേച്ചി കരുതുന്നത് എന്ന് പവിത്ര എടുത്തടിച്ചങ്ങ് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, അർജുനേട്ടന് നയനെ പോയപ്പോ മുതൽ തുടങ്ങിയ ടെൻഷൻ ആണല്ലോ ഇത്. അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. ആദ്യമേ പറഞ്ഞതല്ലേ, കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിക്കൊണ്ട് പോകുന്നു. പോ നീ എന്റെ മുമ്പിൽ നിന്നൊക്കെ എന്റെ ഈ നടി മേടിക്കാതെ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ പവിത്ര അങ്ങ് പോയി കേട്ടോ. പവിത്ര അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിങ്കി വീണ്ടും മറ്റേ മൂട്ടിൽ നീറ് കടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാ. നിൽക്കാനും പറ്റുന്നില്ല, ഇരിക്കാനും പറ്റുന്നില്ല. ആകെപ്പാടെ ടെൻഷൻ. അവരെ കാണുന്നുമില്ല. അപ്പോഴത്തേക്കാണ് നമ്മുടെ നയനയും അതുപോലെ അർജുനും കൂടെ വരുന്നത്. നയന വരുന്നതും അർജുൻ വരുന്നതും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു കപ്പിൾസ് വരുന്ന പോലെ തോന്നത്തുള്ളൂ കേട്ടോ. അതുപോലെ ഒട്ടിപ്പിടിച്ച് അലിഞ്ഞു ചേർന്നിരുന്നാട്ടോ വരുന്നത്. അങ്ങനെ നയനേനെ കണ്ടതും നമ്മുടെ പിങ്കീനെ കണ്ടതും അർജുന് കാര്യം മനസ്സിലായി കേട്ടോ. കാരണം ആർക്കും മനസ്സിലാകും പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ. അങ്ങനെ നമ്മുടെ നയന പതിയെ ഇറങ്ങി വന്നു. അപ്പൊ നമ്മുടെ പിങ്കി ചോദിച്ചു, അല്ല ഈ വേഷത്തിലല്ലല്ലോ അർജുൻ പോയത്, മറ്റേതോ വേഷത്തിലാണല്ലോ, എന്നിട്ട് ഇപ്പൊ എന്താ ഈ വേഷത്തിൽ വന്നതെന്ന് ചോദിച്ചു. നമ്മുടെ അർജുൻ രാവിലെ ഇട്ടോണ്ട് പോയ ഷർട്ട് അല്ല കേട്ടോ ഇട്ടോണ്ട് പോയത്. അപ്പൊ നമ്മുടെ അർജുൻ പറഞ്ഞു, അല്ല ഷർട്ട് മാറിയെന്നും പറഞ്ഞുകൊണ്ട് നീ എന്താ ഈ പറയുന്നത്? ഷർട്ട് മാറിയെന്ന് പറഞ്ഞപ്പോ എന്താ പ്രശ്നം? എനിക്കൊരു പുതിയ ഷർട്ട് മേടിക്കാൻ തോന്നി, ഞാൻ അത് ഇട്ടു. ബാ നയന നമുക്ക് കയറി പോകാന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂസലുമില്ലാതെ അർജുൻ അകത്തേക്കും കയറിപ്പോയി. പിങ്കിക്ക് ആകെപ്പാടെ മൊത്തം കൺഫ്യൂഷൻ. എന്തിനായിരിക്കും ഡ്രസ്സ് മാറിയത്? ഇനിയിപ്പം ഇവർക്കിടയിൽ എന്തെങ്കിലും അവിഹിതം മണക്കുന്നുണ്ടോ എന്ന് ചെറിയൊരു തോന്നൽ കാണുമല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി വന്നിട്ട് നയനയോടും അർജുനോടും, ഫോട്ടോഷൂട്ട് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പൊ ഇവരുടെ മുഖത്തൊരു തെളിച്ചമില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, എന്ത് പറ്റി മക്കളെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അരുന്ധതി പറഞ്ഞു, ഫോട്ടോഷൂട്ടിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു കാണുമായിരിക്കും, അതിന് പറ്റിയ മോന്തയല്ല എന്ന് പറഞ്ഞ് അവർ തിരിച്ചയച്ചായിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആണോ അത്രയും മോശമാണോ എന്റെ മുഖം? അല്ല ഒന്ന് അർജുൻ അർജുൻ അത്രയും മോശമാണോ എന്റെ മുഖം? ഹേയ് നയന, അതൊന്നും നീ കാര്യമാക്കണ്ട, വല്യമ്മ ഒരു തമാശ പറഞ്ഞതല്ലേ. പിന്നെ ഡോഗിനി അത്ര തമാശക്കാരി ഒന്നുമല്ല, ഇത് കുത്തുവാക്കാന്ന് നമ്മുടെ പതുക്കെ ഇങ്ങനെ നയനെ ഇങ്ങനെ അർജുന്റെ ചെവി പറഞ്ഞപ്പോഴത്തേക്കും മിണ്ടാതിരിക്കും, ഇനിയിപ്പൊ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ അരുന്ധതി പറഞ്ഞു, എന്താ ഇത്ര രഹസ്യം നിങ്ങൾ രണ്ടുപേരും കൂടെ? എന്ത് രഹസ്യം? ഒരു രഹസ്യമില്ല.
അല്ല എന്തോ മറയ്ക്കുന്നുണ്ടല്ലോ കാര്യം പറ എന്നിങ്ങനെ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ലക്ഷ്മി, അല്ല നീ പോയപ്പം ഉണ്ടായിരുന്ന വേഷമല്ലല്ലോ ഇത്, അല്ല എന്ത് പറ്റി എന്ന് വെച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അരുന്ധതിയും പറഞ്ഞു, അത് ശരിയാണല്ലോ മോനെ, നീ പോയപ്പോൾ ഉള്ള വേഷമല്ലല്ലോ ഇത്, എന്താ പറ്റിയത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കി വന്നിട്ട്, എന്ത് പറ്റി, എല്ലാവരുടെയും മുമ്പിൽ പറയാൻ ബുദ്ധിമുട്ടാണെ പറയുമെന്ന് വേണ്ട കേട്ടോ എന്നൊരു കുത്തുവാക്കും കൂടെ പിങ്കി എടുത്തിട്ടു. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദ അവിടെ വന്നു കേട്ടോ. അപ്പൊ നന്ദ പതിയെ അവിടെ വന്നിട്ട്, എന്താ പറ്റിയത്, എന്താ പറയാനുള്ളത്, അത് പറയാൻ പറഞ്ഞപ്പോഴത്തേക്കും അരുന്ധതി പറഞ്ഞു, കുത്തി ചോദിച്ചാലും സത്യം പറയണം എന്നൊന്നും ഇല്ലല്ലോ, അല്ല അറിയാതെ ആന്റിയുടെ ഇരിപ്പ് ഉറക്കുന്നില്ലേ എന്ന് നമ്മുടെ നയനയും ചോദിച്ചു. അപ്പോഴത്തേക്കും നയന ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദയ്ക്കും ലക്ഷ്മിക്കൊക്കെ എന്തോ പോലെ ആയിപ്പോയി. ഇങ്ങനെ ഉരുളയ്ക്ക് ഉപ്പേരി എന്ന പോലെ നമ്മുടെ അമ്മായിയോടോ വല്യമ്മായിയോടോ ആരും ഒന്നും പറയാറില്ലല്ലോ. അപ്പൊ അർജുൻ പറഞ്ഞു, നിങ്ങൾ ആരും ഒന്നും വിഷമിക്കണ്ട, ഞാൻ പറയാം. ഫോട്ടോഷൂട്ടിനിടയിൽ നയന വള്ളത്തിൽ നിന്ന് താഴേക്ക് വീഴാൻ തുടങ്ങി. വീണു എന്ന് വേണമെങ്കിൽ പറയാം. ഞാനാ ചാടി രക്ഷപ്പെടുത്തിയത്. ജീവനോടെ ഇപ്പോഴും എല്ലാവർക്കും നയനയെ കാണാൻ പറ്റുന്നത് അതുകൊണ്ടാ. ഒരു സമയത്ത് എൻ്റെ ഈശ്വര ഞാൻ പേടിച്ചു പോയി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കിയുടെ ദേഷ്യം അങ്ങോട്ട് കൂടി കേട്ടോ. പിങ്കി ഇങ്ങനെ കലിച്ച് തുറിച്ചു നോക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ അർജുൻ പറഞ്ഞു, പിന്നെ ഞാൻ കടയിൽ പോയി ഡ്രസ്സ് മാറ്റിയിട്ടു. ചെളിയായിരുന്നു, ഭയങ്കര ചെളിക്കുണ്ട്. താഴേക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ജീവനെ കിട്ടില്ല. അതെ അമ്മായി, ദേ എൻ്റെ ഈശ്വര, ഞാനുണ്ടല്ലോ ചെളിക്കുണ്ടിനകത്ത് അങ്ങനെ താന്നു പോയായിരുന്നെങ്കിലുണ്ടല്ലോ എന്നെ രക്ഷിച്ചത് ഈ നിൽക്കുന്ന അർജുന എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു, നന്നായി മോളെ, ഏതായാലും അർജുനെ കൂട്ടിക്കൊണ്ട് പോയത് കൊണ്ടല്ലേ മോളുടെ ജീവനും ഒക്കെ തിരിച്ചു കിട്ടിയത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്ദ പറയുക, സുമംഗലി അപ്പച്ചി പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പത്തിലേ നിങ്ങൾ നല്ല കൂട്ടുകാരായിരുന്നു എന്നും അതുപോലെ അർജുന് നല്ല ഭയങ്കരമായിട്ടും നയനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അർജുൻ പറഞ്ഞു, അതെ ചെറുപ്പത്തിൽ എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഞങ്ങൾ രണ്ടും ബെസ്റ്റ് തന്നെയായിരുന്നു എന്ന് പറഞ്ഞപ്പം അതുകൊണ്ടായിരിക്കുമല്ലേ ചാടി കഴിഞ്ഞപ്പോഴത്തേക്കും ജീവൻ പോലും പണയം വെച്ച് നീ നയനെ രക്ഷിച്ചത്. പിന്നല്ലാതെ അതേ നന്ദ, അല്ല ഞാനേ ഇവളെ അവിടെ ഇട്ടിട്ട് എങ്ങനെ ഇങ്ങോട്ടേക്ക് വരാൻ ഇവക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരുന്നു എൻ്റെ ആകെ പേടി. ഏതായാലും ദൈവ അനുഗ്രഹം കൊണ്ട് എല്ലാം നല്ലതുപോലെ തന്നെ നടന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നയന പറഞ്ഞു, അതേ അർജുനെ, നിന്നോട് ഞാൻ നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും പറയുക താങ്ക്സ് ഉണ്ട് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ പിങ്കിക്ക് വീണ്ടും ദേഷ്യം കൂടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഏതാണ്ട് ഒരു സിനിമാ കഥ കേൾക്കുന്ന പോലെയാണല്ലോ, സിനിമാ കഥ പറയുന്ന പോലെയാണല്ലോ നമ്മുടെ അർജുനും നയനയും കൂടി ഇത് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നയന അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നടക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദ അങ്ങോട്ടേക്ക് ചെല്ലാണ് കേട്ടോ. നന്ദ അങ്ങോട്ടേക്ക് ചെന്നപ്പോഴത്തേക്കും, അല്ല എന്തു പറ്റി, ഞാൻ വന്നതേ ശ്രദ്ധിക്കുക, നന്ദയുടെ മുഖത്ത് എന്തോ കുഴപ്പം പറ്റിയ പോലെയാണല്ലോ. അതെ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ, നയനയും അർജുനും തമ്മിൽ എങ്ങനെയാ, അല്ല വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നയന പറഞ്ഞു, ഓഹോ എന്തൊക്കെയാ എന്നെക്കുറിച്ചും അർജുനെക്കുറിച്ചും അറിയേണ്ടത്, അല്ല ഞാൻ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്, നയന അർജുന്റെ മുറപ്പെണ്ണാണെന്നും എന്തോ ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ വിവാഹം നടക്കാൻ പോയതാണെന്നും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ കേട്ടതിനൊക്കെ ഇപ്പൊ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ നന്ദ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞതിനെയൊക്കെ നമ്മൾ ഇപ്പോഴും മുറുകെ പിടിച്ചിട്ട് കാര്യമുണ്ടോ? കഴിഞ്ഞതിനെയൊക്കെ നമ്മൾ വിട്ടുകളയാം, അങ്ങനെ വിശ്വസിക്കാനാ എനിക്കിഷ്ടമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നന്ദ പറഞ്ഞു, അല്ല ഞാൻ ചോദിച്ചത് വേറെ ഒന്നും കൊണ്ടും അല്ല, അർജുനോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയാ, അത് എന്നോട് പറയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അല്ല ഞാൻ കണ്ടെടുത്തോളം നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണെന്നാട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്, അല്ലാതെ വേറെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞപ്പം അങ്ങനെയല്ലേ തോന്നിയിട്ടുള്ളത്, അപ്പൊ പിന്നെ അങ്ങനെ തന്നെയാ, അതെ അങ്ങനെ തന്നെയാ എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പം അർജുന്റെ ജീവിതം നന്നാകണം എന്നറിയാന് നിനക്ക് താല്പര്യമില്ലേ നയന എന്ന് പറഞ്ഞപ്പോഴത്തേക്കും താല്പര്യമുണ്ട്, എനിക്ക് താല്പര്യം ഇല്ലാതിരിക്കുമോ? അല്ല ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്, ഓർക്കാറുണ്ട് അവന്റെ വിധി ഇങ്ങനെയായി പോയല്ലോ എന്ന്. അങ്ങനെ അവന്റെ വിധിയെ ഓർത്തിട്ട് നമ്മൾ സങ്കടപ്പെടുവാണോ ചെയ്യേണ്ടത്? ഒരിക്കലും അവന്റെ വിധിയെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടുകയല്ല ചെയ്യേണ്ടത്. അവന്റെ വിധി അത് മാറ്റി തിരുത്താനാ നമ്മൾ നോക്കേണ്ടത്. മനുഷ്യൻ എടുക്കുന്ന തീരുമാനങ്ങളാ അവന്റെ വിധി എന്ന എൻ്റെ വിശ്വാസം. അപ്പൊ നമ്മൾ നല്ല നല്ല തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വിധി ഉണ്ടാകും. നല്ല തീരുമാനങ്ങൾ കൊണ്ട് പുതിയ നിറപ്പകിട്ടാർന്ന
ഒരു ജീവിതം തുടങ്ങാൻ പറ്റില്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നന്ദ എന്താ പറഞ്ഞു വരുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, പിങ്കിയും അർജുനുമായിട്ടുള്ള ദാമ്പത്യത്തെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓ ഓ ഓ ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതെ, അവര് തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്നൊക്കെ ഓർത്ത ഇവിടെ എല്ലാവരും ഇരിക്കുന്നത്. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ വിധിക്ക് കീഴടങ്ങിയ മട്ടില്. അത് ശരിയാ, സുമംഗലി ആന്റി പറഞ്ഞ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം നന്ദ. പിങ്കിക്ക് അർജുനോട് തീരെ താല്പര്യമില്ല അല്ലെ? അശോ, അങ്ങനെയല്ല. താലി കെട്ടിയ പുരുഷനോട് കുറച്ചു കാലം ഒരുമിച്ച് ജീവിച്ചു കഴിയുമ്പോഴെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നവരല്ലേ ഭൂരിഭാഗം പേരും. അല്ല, അതെങ്ങനെ നന്ദയ്ക്കറിയാം? പിങ്കി എപ്പോഴും കുത്തുവാക്കുകൾ പറയുന്നതും വഴക്കിടുന്നതും ഒക്കെ അല്ലേ കാണുന്നത്. അതെ, അഭിനയം കൂടി കലർന്നതാ. ഇന്നത്തെ ഈ ഒരു കാര്യം തന്നെ എടുത്ത് നയനയും അർജുനും ഒന്നിച്ചു പോയതും വന്നതും ഒന്നും പിങ്കിക്ക് ഇഷ്ടമായിട്ടില്ല. അത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അതെനിക്ക് തോന്നി നന്ദ. അതിന് കാരണം എന്താണെന്ന് അറിയാമോ നയനയ്ക്ക്? പിങ്കിക്ക് അർജുനെ ഇഷ്ടമാണ്. അർജുന്റെ മനസ്സിൽ പിങ്കിയുണ്ട്, പിങ്കിയുടെ മനസ്സിലും അർജുനുണ്ട്. അതിനിപ്പം ചെറിയ രീതിയിൽ എതിർപ്പായും കുറ്റപ്പെടുത്തലായും ഒക്കെ പ്രകടിപ്പിക്കുന്നെന്ന് മാത്രമല്ലേ ഉള്ളൂ. കുറച്ചുകൂടി പ്രകോപനം ഉണ്ടാകുന്ന ഒരു ദിവസം പിങ്കി തന്നെ പറയും, അർജുന്റെ ഭാര്യയാണ് ഞാൻ, ആ അവകാശങ്ങളൊക്കെ എനിക്ക് വേണമെന്നും ഞാൻ അർജുനെ വിട്ടുതരാൻ തയ്യാറല്ലെന്നും. അങ്ങനെ പറയണമെങ്കിൽ, വീണ്ടും അവരൊന്നിക്കണമെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഉള്ളൊരു റീസൺ ഉണ്ടാകണം. ആ റീസൺ ഉണ്ടാക്കാൻ എനിക്ക് നയനയുടെ സഹായം ആവശ്യമാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നയന ചോദിച്ചു, അതെങ്ങനെ? അത് അർജുനെ നല്ല ഫ്രണ്ടായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു സഹായം ചെയ്തു തരണം. അല്ല, എന്ത് സഹായമാണെന്ന് പറഞ്ഞെന്താ? പിങ്കിയുടെ മുമ്പിൽ വെച്ച് നയന അർജുന് ആയിട്ട് കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് പെരുമാറണം. ക്ലോസ് എന്ന് പറഞ്ഞാൽ നല്ല ക്ലോസ് ആയിട്ട്. തമാശയായിട്ട് കാണരുത് കേട്ടോ ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ സൗഹൃദം കാണുമ്പം അസൂയായിട്ട് വേണം തോന്നാനും. നല്ല അസൂയ വന്ന് അർജുനോടുള്ള സ്നേഹം കൂടണം. അർജുന്റെ ആ ഒരു സൗഹൃദമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് പിങ്കി ആഗ്രഹിക്കണം. ഓ സൈക്കോളജിക്കൽ മൂമെന്റ്സ്. എക്സാക്ട്ലി, ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. എനിക്ക് ഉറപ്പാ നയനയും അർജുനും അടുത്തിടപെടുമ്പം പിങ്കി വരും. നയനയെ തോൽപ്പിക്കണം എന്നുള്ള വാശി ഉണ്ടാകും. അത് മതി, അത് മാത്രം മതി വീണ്ടും അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി. അല്ല, ചെയ്യൂ അങ്ങനെ അർജുന് വേണ്ടി. അതിനിപ്പോ എന്താ ഞാൻ ചെയ്യാലോ. നമുക്ക് അവരെ ഒന്നിപ്പിക്കാൻ നോക്കാം. ഇപ്പൊ മുതല് നമ്മൾ രണ്ടും ഒന്നായി. ഇനിയിപ്പം നമ്മൾ രണ്ടിന്റെ ഇടയിൽ ഈ രഹസ്യം ഇങ്ങനെ നിൽക്കട്ടെ. നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് രണ്ടുപേരെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കാം. ഏതായാലും ക്ലോസ് ആകുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് നമ്മുടെ നയനയും പറഞ്ഞു. എന്നിട്ട് നമ്മുടെ നന്ദി അങ്ങോട്ട് പോയിട്ടോ. പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ പിങ്കിയും അർജുനും കൂടെ കിടന്നുറങ്ങുകയാണ്. ഉറങ്ങുന്ന ഈ ഒരു സമയത്ത് ഭയങ്കര ചുമയാണ് കേട്ടോ നമ്മുടെ അർജുന്റെ ഈ ചുമ കേട്ടിട്ട് അയ്യോ എന്തു പറ്റി, പനിയാവുന്ന തോന്നുന്നത്. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റത്തുള്ളല്ലോ. ഞാൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യണ്ടെന്ന് പറയും. അതുകൊണ്ട് കുറച്ച് തുളസിയില കൊണ്ടുവന്ന് ആവി പിടിപ്പിക്കുകയും കുറച്ച് ബാമൊക്കെ പുരട്ടി കൊടുക്കുകയൊക്കെ ചെയ്യാന്ന് ഇങ്ങനെ നമ്മുടെ പിങ്കി തന്നെത്താനെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് പതി അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് കേട്ടോ ഇതെല്ലാം വേണ്ടി ചെയ്യാൻ വേണ്ടി. ഈ സമയത്താണ് നമ്മുടെ പവിത്രേനെ മോഹിനിനെ കാണിക്കുന്നത്. അടുക്കളയിൽ ഇരുന്ന ഓരോ പണിയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ പവിത്ര പറഞ്ഞു, അമ്മേ ലക്ഷ്മി വല്യമ്മ എവിടെ? പാവം, വീടിന്റെ തൊടിയിലോ പറമ്പിലോ ഒക്കെ വല്ല പണിയെടുത്ത് കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. ഓഹോ, എന്ത് കഷ്ടപ്പാട്? ഒരു കഷ്ടപ്പാടും ഇല്ല. ഇവിടെ വന്നു കയറിയ പെണ്ണുങ്ങൾ എത്ര എണ്ണം ഉണ്ട്. നേരം പുലരുമ്പോ മുതല് രാത്രി വരെ തീയും പുകയും ഞാൻ കൊള്ളണം. ഒരു കൈ സഹായത്തിന് ആരാ ഉള്ളത്? ആരുമില്ല. പിന്നെ അമ്മയുടെ സഹായം കൂടുതൽ പറയാതിരിക്കുന്നതാ ഭേദം. തട്ടും പുറത്തും ഭൂമിക്കടിയിലൊക്കെ ഒഴിച്ചിരിക്കുന്ന പെരിച്ചാളികളെ കണ്ടുപിടിക്കുന്നത് പോലെയുള്ള ഒരിതാ അമ്മ. ഞാനൊരു കാര്യം പറയട്ടെ പവിത്ര, അത്രയും പോലും ഉപകാരമില്ലല്ലോ നന്ദേനം പിങ്കിനെയും കൊണ്ട്. ഒരു ഉപകാരവും ഇല്ല. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ പിങ്കി വന്നത് കേട്ടോ. അപ്പൊ പിങ്കി വന്ന ഉടനെ തന്നെ കുറച്ച് വെള്ളം എടുത്തപ്പോഴത്തേക്കും മോഹിനി ചോദിച്ചു, ഇതെന്തിനാ മോളെ വെള്ളം? അത് അർജുന് നല്ല തുമ്മലും ഉണ്ട്, ചുമയൊക്കെ ഉണ്ട്, അപ്പൊ ആവി പിടിക്കാൻ വേണ്ടിയാ. അതെന്ത് പറ്റി? വെള്ളം മാറി കുളിക്കുകയോ മറ്റോ ചെയ്തോ? എന്താണെന്ന് അറിയില്ല, എന്തോ വല്ലാത്തൊരു അസ്വസ്ഥത. അപ്പോഴാണ് നമ്മുടെ നയന വന്നിട്ട് പറഞ്ഞു, എനിക്കറിയാന്ന് പറഞ്ഞു. എന്തറിയാന്ന്? അതെ, അർജുന് കോൾഡ് പിടിച്ചതിന്റെ കാരണം എനിക്കറിയാന്നാ ഞാൻ പറഞ്ഞത്. അതെ, അർജുന്റെ ഭാര്യയാണ് പിങ്കിക്ക് അറിഞ്ഞൂടാത്ത കാര്യം എങ്ങനെ നയനയ്ക്കറിയാം? നയനയ്ക്കാണോ അറിയാവുന്നത്? അതെ, അർജുന അസുഖം വരാൻ ഞാനല്ലേ കാരണക്കാരി, അപ്പം എനിക്കല്ലേ അതിന്റെ കാരണം അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും മോഹിനി വീണ്ടും ചോദിച്ചു, എന്ത് കാരണം? എന്ത് കാരണക്കാരിയായത്? നീ എങ്ങനെയാ കാരണക്കാരിയായത്? ഞാൻ കാരണം തന്നെയാ. കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറയാം എന്റെ പൊന്നു കൊച്ചെന്ന് മോഹിനി പറഞ്ഞു. ഇതിപ്പോ ആരെങ്കിലും കേട്ടാൽ എന്താ ഒന്ന് വിചാരിക്കുക? ഫോട്ടോഷൂട്ടിന് എന്റെ കൂടെ അർജുൻ കൂട്ടു വന്നില്ലായിരുന്നോ? ഞാൻ വെള്ളത്തിൽ വീണപ്പം എന്നെ രക്ഷിക്കാൻ ഇറങ്ങിയപ്പം അർജുനും നനഞ്ഞായിരുന്നു.
എന്റെ കാര്യം ശ്രദ്ധിക്കുന്നതിനിടയിലെ ആ പാവ അവന്റെ തല തോത്താനും ഡ്രസ്സ് മാറാനും ശ്രദ്ധിച്ചില്ല, അതാ പറ്റിപ്പോയതെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കിക്ക് കാലി വന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നയന പറഞ്ഞു, വലിയ കെയറിങ് ആട്ടോ അവനെ. ഏതായാലും അവനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയ പിങ്കി ഭാഗ്യം ചെയ്തവളാണ് കേട്ടോ. അവനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടുകയാണെങ്കിൽ എത്ര നല്ലതായിരുന്നു. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ പവിത്ര പറഞ്ഞു, എന്താ എന്താ ബാക്കി ഉണ്ടായത്, ബാക്കി കഥകളും കൂടി ഒന്ന് പറ, ഞങ്ങളൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിങ്കി പറഞ്ഞു, എന്റെ പൊന്നു പവിത്രേ, നീ എന്തിനീ ആവശ്യമില്ലാതെ വാചകം അടിച്ച് സമയം കളയുന്നത്, എന്നെ ഒന്ന് സഹായിച്ചൂടെ? അല്ല, ഞാൻ അർജുനേട്ടന്റെ കാര്യമല്ലേ ചോദിച്ചത്. അതെ, ഇപ്പൊ അർജുന് പഴങ്കഥയുടെ കെട്ടഴിക്കലല്ല വേണ്ടത്, എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്. നീ പോയി കുറച്ച് തുളസിയിലെയും പനിക്കൂർക്കയിലൊക്കെ പറിച്ചോണ്ട് ഇങ്ങ് വന്നേ. എന്നാ പിന്നെ അതങ്ങ് പറഞ്ഞാൽ പോരെ എന്റെ പിങ്കി ചേച്ചി. ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാനിവിടെ ഉരുട്ടൊന്നും കളിച്ചിട്ടില്ല പവിത്ര, നീ പെട്ടെന്ന് പോയി പനിക്കൂർക്കയിലേയും തുളസിയിലേയും പറിച്ചോണ്ട് വരാനാ പറഞ്ഞെന്ന് പറഞ്ഞു. ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നയനയ്ക്ക് കാര്യം പിടികിട്ടി കേട്ടോ. കുറച്ചൊക്കെ നമ്മുടെ പിങ്കിക്ക് കലിയും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ പവിത്ര പോയി പനിക്കൂർക്കയിലേയും അതുപോലെ തുളസിയിലൊക്കെ പറിച്ചോണ്ട് വന്നു. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അർജുൻ ആവി കൊടുത്തോണ്ടിരിക്കുന്ന നയനയാണ്. അപ്പം നയനയാണെങ്കിൽ ഈ ആവി കൊടുക്കുന്ന ആ ഒരു ഇത് വെച്ചിട്ട് ആവി കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് കുറച്ച് ചൂടുവെള്ളം മാത്രം ഒഴിച്ച് അതിൽ ആവി കൊടുത്താൽ മതിയിൽ ഒരു ചെറിയ ബോട്ടിലുണ്ടല്ലോ, അപ്പൊ അതിനകത്ത് ആവി കൊടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കുക. അതിനിടയിൽ അർജുൻ നന്നായിട്ട് മൂക്കിൽ വലിച്ച് കയറ്റിയാലേ നിന്റെ ആ ഒരു കോൾട്ടൊക്കെ മാറത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോ അതിന് മാത്രം എനിക്ക് പ്രശ്നമൊന്നും ഇല്ലടി എന്നിങ്ങനെ നമ്മുടെ അർജുൻ പറയുന്നുണ്ട്. എങ്കിലും വലിക്കടാ, നീ വലിച്ച് നല്ല ഗ്യാസ് മണ്ടയിലേക്ക് ചെന്നാലേ നിന്റെ കഫമൊക്കെ അങ്ങ് പോയി നിനക്ക് നല്ലൊരു എനർജി കിട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആവി ഇങ്ങനെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പിങ്കി ആവി പിടിക്കാനുള്ള ആ ഒരു തുളസിയിലയും പനിക്കൂർക്കയിലയും ഒക്കെ ഇട്ട് പിടിച്ച വെള്ളമൊക്കെ ആയിട്ട് ഫ്രണ്ടിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ പിങ്കി നോക്കുമ്പോഴത്തേക്കും ദാ കിടക്കുന്നു നമ്മുടെ നയന അർജുനെ കൊണ്ട് ആവി പിടിപ്പിക്കുന്നു. സഹിക്കുവോ പിങ്കിക്ക്? അങ്ങനെ നമ്മുടെ അർജുൻ ആവി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയന പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് പിങ്കി ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് കേട്ടോ, ആവി പിടിക്കുന്ന ഒരു ചെറിയൊരു പാത്രമൊക്കെ ആയിട്ട്. അപ്പം നയന പറഞ്ഞു, അതെ ഞാനേ അർജുനെ ആവി പിടിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അർജുൻ ചോദിച്ചു, അല്ല താൻ ആരോടായി സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. മൂടിയിരിക്കുന്നോണ്ട് അർജുന് കാണത്തില്ലല്ലോ. അപ്പൊ നയന പറഞ്ഞു, ഞാൻ സംസാരിക്കുന്നത് വേറെ ആരോടും അല്ല, പിങ്കിയോടാണെന്ന്. പിങ്കീനെ കണ്ടതോ അർജുനോ ഒന്ന് ഞെട്ടി നിൽക്കണം. അപ്പൊ ആ ഒരു സീനൊക്കെ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അതിൽ നമ്മുടെ നന്ദയുടെയും നയനയുടെയും പ്ലാൻ സക്സസിൽ തന്നെ എത്തും. അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമല്ലോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ടാറ്റാ, ബൈ ബൈ.